ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ വളരെ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് അമൃത സുരേഷിൻ്റെ ഫാമിലി ഹസ്ബൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അമൃത സുരേഷിൻ്റെ കുട്ടി റീസെൻ്റ്ലി ലൈവിൽ വന്ന കുറച്ച് കാര്യങ്ങൾ, അവരനുഭവിക്കുന്ന ടോർച്ചറും അവർ കടന്നു പോകുന്ന സിറ്റുവേഷനെല്ലാം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അമൃതയും ഈ സിറ്റുവേഷനെക്കുറിച്ച് അവരെ ടോർച്ചർ ചെയ്യുന്നവരെ പറ്റിയും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും സൈബർ ബുള്ളിങ് നടത്തി ഒരു ഫാമിലീനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ഇവർ പറയാതിരുന്ന ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഡൈവേഴ്സ് കഴിഞ്ഞിട്ട് അവർ പറയാതിരുന്ന പല സത്യങ്ങളും അവരിപ്പോഴാണ് തുറന്നു പറഞ്ഞത്. അതിനുശേഷം അമൃതയുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് അവർ സപ്പോർട്ട് ചെയ്തുള്ള സംസാരവും നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അമൃതയുടെ സിസ്റ്റർ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതായത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതും കാർഡിയക് ICUലാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നത്തെ തുടർന്നാവാം മേ ബി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാനിക് അറ്റാക്ക്, അല്ലെങ്കിൽ ഈ കടന്നുപോയ സിറ്റുവേഷൻസിലൂടെ ട്രോമ സംതിങ് ആയിരിക്കാം റീസൺ എന്തായാലും വ്യക്തമല്ല. എന്നിരുന്നാലും മെയിൻ റീസൺ നമ്മുടെ ഈ ജനങ്ങൾ തന്നെയാണ്, നമ്മുടെ മലയാളികൾ തന്നെയാണ്. അവരുടെ എക്സ് ഹസ്ബൻഡാണ്. അത് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പ്ലീസ്, അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരുടെ ലൈഫ് ജീവിക്കാൻ അനുവദിക്കും. അവരുടെ സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആവശ്യത്തിൽ കൂടുതൽ ഒരു ഫാമിലിനെ ഉപദ്രവിച്ചു, ആവശ്യത്തിൽ കൂടുതൽ ഒരു സ്ത്രീയെ ഇത്രയും ഹറാസ് ചെയ്തു, അവരുടെ ഫാമിലിനെ ഹറാസ് ചെയ്തു. ഇതിൽ കൂടുതൽ ഒരാൾക്ക് നമുക്ക് ഹോൾഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഹൃദയ സംബന്ധമായ എന്തോ സംതിങ് പ്രശ്നം, കാർഡിയക് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയക് പെയിൻ, ചെസ്റ്റ് പെയിൻ എന്തെങ്കിലും ആവാം. എന്താ വ്യക്തമായിട്ടുള്ള റീസൺ അറിയില്ലെങ്കിൽ പോലും നമ്മൾ അവരനുഭവിക്കുന്ന ട്രോമ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ നമ്മുടെ എതിരെ തിരിഞ്ഞ് നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അവരുടെ കുട്ടീനെ ഇട്ട് കൊടുക്കുന്നു, അവരുടെ ഹസ്ബൻഡ് വന്ന് ഓരോന്ന് പറയുന്നു. ഫാൻ പേജ് ഉള്ളതുകൊണ്ട് മാത്രം അവരുടെ കൂടെ നിൽക്കുന്നതും അവർ പറയുന്നതുമാണ് ശരിയെന്നും പറഞ്ഞ് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. PR2 വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാലും അമൃത ഇത്രയും നാളും മിണ്ടാതിരുന്ന ലാസ്റ്റ് അവർ തുറന്ന് പറയേണ്ട, അവരുടെ കുട്ടീനെ തൊട്ട് ഒരു കളി വന്നപ്പോഴാണ് അവർ തുറന്നു പറഞ്ഞത്. ആ സിറ്റുവേഷനിൽ അവർ പറയുന്നുണ്ട്, അവരനുഭവിച്ച മെൻ്റൽ ട്രോമ എല്ലാം പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവരുടെ ഫാമിലിയാണ്, അവരെ വെറുതെ വിടൂ, അവർ ജീവിക്കട്ടെ. എന്തിനാണ് ഒരാൾക്ക് ഇത്രയും പെയിൻ കൊടുക്കുന്നത്? ആവശ്യത്തിൽ കൂടുതൽ അമൃത സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയും അവരുടെ ഫാമിലി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന അവരെ കൊല്ലുകയാണോ ചെയ്യുന്നത്? ശരിക്കും ഇങ്ങനെയാണോ ഓരോ ഫാമിലീസ് തകർന്നു പോകുന്നത്? ദയവ് ചെയ്ത് ഇനിയെങ്കിലും മലയാളികൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കുക. കുറച്ച് എമ്പതിയാണ് വേണ്ടത്. സൈബർ ബുള്ളിങ്ങും സോഷ്യൽ മീഡിയയും എല്ലാം കാരണം ഇപ്പോൾ ഒരു കാർഡിയക് ICUവിൽ കിടക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അവരെ ഇനി ജീവിക്കാൻ അനുവദിക്കുക. ദയവ് ചെയ്ത് മലയാളികൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ, സൈബർ ബുള്ളിങ്ങിലൂടെ ഇനി ആ ഫാമിലിനെ നശിപ്പിക്കരുത്. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ട്രോമ ലൈഫിൽ നേരിട്ട ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കും, അവരെ ജീവിക്കാൻ അനുവദിക്കും. ഇത് തന്നെ പറയാനുള്ളൂ. ഇനിയും ഉപദ്രവിച്ച് ആ ഫാമിലിനെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കരുത്. പ്ലീസ്, കുറച്ചെങ്കിലും മനുഷ്യത്വം, കുറച്ചെങ്കിലും കരുണ ആ ഫാമിലിയോടും ആ സുരേഷിന് വേണ്ടി അത്രയെങ്കിലും ഒന്ന് ചെയ്യുക. എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി ഇങ്ങനെ ആരും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.